മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവീനാണെങ്കിൽ അനാമികയുടെ അടുത്ത് ഇങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അനാമികയുടെ അച്ഛൻ എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന പറയുന്ന സമയത്ത് നമ്മളെ നവീൻ ചോദിക്കുന്നുണ്ട് എന്താ ബിസിനസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അനാമിക അവിടെ കിടന്ന് ഉരുളുന്നുണ്ട്. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട് അതെന്താ അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊന്നും അറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയല്ല, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളെ നോക്കുന്നതല്ല, അച്ഛന് വേറെ കള്ളത്തരങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നവീൻ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കുമല്ലേ നാട് മൊത്തം നടന്ന് കാശുകളും ഒക്കെ മേടിച്ചിട്ട് എല്ലാവരെയും പറ്റിച്ച് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവീൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ അനാമികയ്ക്കാണെങ്കിൽ തിരിച്ച് പറയാനാണെങ്കിൽ ഒരു മറുപടിയില്ല. അങ്ങനെ കോടതിയിലിട്ടാണെങ്കിൽ നമ്മൾ നവീനാണെങ്കിൽ അനാമികയെ നല്ലതായിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും അനാമികയ്ക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ അനാമിക പറയുന്നുണ്ട് അത് സാറേ ഞാൻ ഇതിങ്ങനൊന്നും ചെയ്യണമെന്നൊന്നും വിചാരിച്ചതൊന്നുമല്ല, പക്ഷേ ഇതെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് അനന്തപുരിയിലെ അഭിയേട്ടനാണ്, നവ്യേച്ചിയുടെ ഭർത്താവാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനാമിക പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും കരുതിയതല്ല, എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് അഭിയേട്ടൻ ഞങ്ങളെ വീട്ടിൽ വരികയും ചെയ്യും. എന്നിട്ടാണെങ്കിൽ അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളത് പറഞ്ഞിട്ട് ഇന്ന രീതിയിലൊക്കെ ചെയ്യണമെന്നൊക്കെ അഭിയേട്ടനെ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിലും അബിയാണെങ്കിലും ഞെട്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശനിയാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് അബിയെടുത്ത്. അബിയാണെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, ഇവൾ എന്നെ ഒറ്റ കൊടുക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അബി ഇങ്ങനെ നല്ല ടെൻഷനായിട്ട് ഇരിപ്പുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മൾ നവീനാണെങ്കിൽ നേരെ അബിക്കെതിരെ തിരിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അബിയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ അബി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിൻ്റെ സ്വന്തം വീട്ടുകാരല്ലേ, സ്വന്തം വീട്ടുകാർ ആരെങ്കിലും സമൂഹത്തിൽ ഇങ്ങനെ നാണം കെടുത്താനൊക്കെ ഇങ്ങനെ നോക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അബി പറയുന്നുണ്ട് അത് അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്, അല്ലാതെ ഞാൻ അവളെ വീട്ടിലൊന്നും ഞാൻ പോയിട്ടുമില്ല, അവളുമായിട്ട് എനിക്കൊരു കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അനാമിക പറയുന്നുണ്ട് അവിയേട്ടൻ പറയുന്ന കള്ളത്തരവ, വേണമെങ്കിൽ എൻ്റെ വീട്ടിലെ CCTV ക്യാമറ പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും അവിയേട്ടൻ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടുള്ളതും അവിടെ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അറിയാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അനാമിക ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മളെ നവീനാണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നവീൻ പറയുന്നുണ്ട് അബി ഇനി കള്ളത്തരങ്ങളൊന്നും പറയാൻ നിൽക്കേണ്ട, നടന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ ഓരോ ചോദ്യങ്ങളും അബിയെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയൊക്കെ അബി പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ നവ്യാണെങ്കിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുക, അബി എൻ്റെ ഭർത്താവിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ. കാരണം വെച്ചാൽ നവ്യയുടെ മുമ്പിൽ അബിയാണെങ്കിൽ വലിയ മഹാനല്ലേ, അപ്പോൾ പിന്നെ അബി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നവ്യയ്ക്ക് സംശയം വരുമല്ലോ. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ അനാമികയാണെങ്കിൽ പിന്നെ അനന്തപുരിക്കാരെ കരിവാരി തേക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അബിയേട്ടനാണെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും അവിടെ ശിക്ഷിക്കാനാണെങ്കിലും ചോദ്യം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്, ഇതിലും വലിയ തെറ്റ് അവിടെ ചെയ്ത ആൾക്കാരുണ്ട്, അതൊന്നും ആരും ചോദിക്കത്തില്ല എന്നൊക്കെ പറയുക. അനാമിക പറയുന്നുണ്ട് അനന്തപുരിയിലെ മൂത്ത കൊച്ചുമോനുണ്ട്, കൊച്ചുമോനാണ് കല്യാണത്തിന് മുമ്പ് കുറേ പെണ്ണുങ്ങളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിട്ട് അതിൽ ഒരു കൊച്ചും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഭാര്യ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ നവീൻ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ നവീൻ ചോദിക്കുന്നുണ്ട് എന്താ ഇയാൾ എന്താ വിളിച്ചിങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ അനാമിക പറയുന്നുണ്ട് ഞാൻ വിളിച്ച് പറയുന്നുണ്ടാണോ കുഴപ്പം, അല്ലാതെ ഓരോന്ന് കാണിക്കുന്നതുകൊണ്ട് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതെന്തായാലും ഇവിടെ കോടതിയിൽ തെളിയിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടതാണ്, അതുകൊണ്ട് ഇവിടെ കോടതിയിൽ ഇത് പറയേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറ്റം ചെയ്ത ആൾക്ക് മാത്രമേ ഇതൊരിക്കും ഒന്നും മനസ്സിലാവാതെ ഇരിക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. സമയത്താണെങ്കിലും അബിക്കും എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിൽ അബിയാണെങ്കിൽ ആദർശനെ കുറ്റപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ഇവിടെ കോടതിയിൽ നിന്ന് നീ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും കുറേ സത്യങ്ങളൊക്കെ ഇവിടെ വിളിച്ച് പറയേണ്ടി വരും, അപ്പം പിന്നെ നീ തന്നെ ആയിരിക്കും ജയിലിലോട്ട് പോകേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യയ്ക്കാണെങ്കിൽ നല്ല ടെൻഷനും കാര്യങ്ങളുണ്ട്. നവ്യയും തന്നെ ആലോചിക്കുന്നത് എന്താ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടും നവ്യയും ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.